അടുത്ത നമ്മളെ ടോപ്പിക് ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ ഓഫ് ട്രാൻസ്ഫോംസ്. അതായത് എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോമിൻ്റെ ഡിഫറൻസിയേഷനും ഇൻറ്റഗ്രേഷനും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ തിയറം നോക്കുക. ഇഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ്, ദെൻ L of t raised to n into f of t equal to -1 whole raised to n into d raised to n divided by ds raised to n into f of s. That is -1 whole raised to n into f raised to n of s. അതായത് നമുക്ക് ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. അപ്പോൾ ആ കണ്ടുപിടിക്കേണ്ട ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഫോം ടി റേസ് ടു എൻ ഇൻറ്റു സം എഫ് ഓഫ് ടി, അതായത് ഒരു എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷനും അതിൻ്റെ കൂടെ ടി റേസ് ടു ഒരു പവർ ടി റേസ് ടു എന്നുള്ള ഫോമിലാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫോർമുലയാണ് അവിടെ എഴുതിയിട്ടുള്ളത്. എന്താ? -1 ഹോൾ റേസ് ടു എൻ ഇൻറ്റു ഡി റേസ് ടു എൻ ബൈ ഡി എസ് റേസ് ടു എൻ എഫ് ഓഫ് എസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് ടി റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫോമിലാണ് കണ്ടുപിടിക്കേണ്ട ട്രാൻസ്ഫോം തന്നതെങ്കിൽ അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എൻ എന്താണോ അത് വെച്ചിട്ട് -1 ഹോൾ റേസ് ടു ആ എൻ എന്താണെന്ന് വെച്ചാൽ എഴുതുക ഇൻറ്റു, ഇപ്പം എൻ എന്ന് പറയുന്നത് 2 ആണെങ്കിൽ നമ്മൾ അതിന് 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എന്ത് വരും? അപ്പം ഡി എൻ ബൈ ഡി എസ് റേസ് ടു എൻ എന്നുള്ളത്. അപ്പോൾ അവിടെ 2 ആണെങ്കിൽ ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ എന്ന് വരും. ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 2 പ്രാവശ്യം ഡെറിവേറ്റീവ് കാണുന്നതല്ലേ. അപ്പോൾ ആര് ഡെറിവേറ്റീവാണ് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ എഫ് ഓഫ് എസിൻ്റെ ഡെറിവേറ്റീവാണ് നമ്മൾ കാണേണ്ടത്. അതായത് ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് ടി എന്താണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. എഫ് ഓഫ് ടി എന്താണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ആ എഫ് ഓഫ് ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ ട്രാൻസ്ഫോമായ ക്യാപിറ്റൽ എഫ് ഓഫ് എസ്, ആ എഫ് ഓഫ് എസിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കുക. എൻ എത്രയാണോ അത്രയും പ്രാവശ്യം നമ്മളതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണ് ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അപ്പം ടി റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫോമിലുള്ള ഏത് ഫങ്ഷൻ്റെ ട്രാൻസ്ഫോമും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ഡിഫറൻസിയേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ താഴെ നോക്കുക. ഫൈൻഡ് എൽ ഓഫ് ടി ഇ റേസ് ടു എ ടി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന കണ്ടുപിടിക്കേണ്ടത് എന്തിൻ്റെ ട്രാൻസ്ഫോമാണ്? ടി ഇൻറ്റു ഇ റേസ് ടു എ ടീൻ്റെ ട്രാൻസ്ഫോമാണ്. അപ്പോൾ ഇത് ടി റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫോമിലല്ലേ തന്നിട്ടുള്ളത്. അതായത് ടി റേസ് ടു എൻ, വേർ എൻ ഈക്വൽ ടു ഇവിടെ എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം ടീൻ്റെ പവർ ഇവിടെ 1 ആണ്. അതേപോലെ എഫ് ഓഫ് ടിക്ക് പകരം ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഇ റേസ് ടു എ ടി ആണ്. അപ്പം ഈ തന്നത് ടി റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടി ഫോമിലുള്ള ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അപ്പം എൽ ഓഫ് ടി ഇ റേസ് ടു എ ടി ഈസ് ഓഫ് ദി ഫോം എൽ ഓഫ് ടി റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടി, ദറ്റ് ഈസ് എൽ ഓഫ് ടി റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടി ഈക്വൽ ടു എൽ ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു എ ടി. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യം എൻ എന്താണെന്ന് എഴുതുക ആൻഡ് എഫ് ഓഫ് ടി എന്താണെന്ന് എഴുതുക. ഹിയർ എൻ ഈക്വൽ ടു 1 ആൻഡ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു എ ടി. അപ്പോൾ എഫ് ഓഫ് ടി കിട്ടിയാൽ അടുത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ എഫ് ഓഫ് എസ്, അതായത് ഈ എഫ് ഓഫ് ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. അപ്പോൾ ഇ റേസ് ടു എ ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം എന്താണ്? 1 ബൈ എസ് മൈനസ് എ ആണ്. അപ്പം ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് 1 ബൈ എസ് മൈനസ് എ ആണ്. അപ്പോൾ എൽ ഇൻറ്റു ടി റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടി ഈക്വൽ ടു, അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? -1 ഹോൾ റേസ് ടു എൻ ഇൻറ്റു ഡി റേസ് ടു എൻ ഡിവൈഡഡ് ബൈ ഡി എസ് റേസ് ടു എൻ എഫ് ഓഫ് എസ്. അപ്പോൾ അവിടെ നമ്മളെല്ലാ കാര്യങ്ങളും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് -1 ഹോൾ റേസ് ടു 1 ഇൻറ്റു ഡി റേസ് ടു എന്നിന് പകരം 1 കൊടുക്കുക. ഡി റേസ് ടു 1 ഡിവൈഡ് ബൈ ഡി എസ് റേസ് ടു 1 ഇൻറ്റു 1 ബൈ എസ് മൈനസ് എ എന്ന് വരും. ദറ്റ് ഈസ് -1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് 1 ബൈ എസ് മൈനസ് എ. അപ്പോൾ -1 ഇൻറ്റു 1 ബൈ എസ് മൈനസ് എൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും വരിക? 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? -1 ബൈ എക്സ് സ്ക്വയറാണ്. അപ്പോൾ 1 ബൈ എസ് മൈനസ് എൻ്റെ ഡെറിവേറ്റീവ് -1 ബൈ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ.
അപ്പോൾ മൈനസും മൈനസും കൂടെ പ്ലസ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും 1/s മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ്റെ ദാറ്റ് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു e⁻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡിഫറൻസിയേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി 1/s മൈനസ് എ ഹോൾ സ്ക്വയർ ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു സൈൻ ടി. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യുക, അതിൽ എല്ലാ സ്റ്റെപ്സും കൊടുത്തിട്ടുണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഫോമിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ തന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സൈൻ എ ടി, അത് നിങ്ങൾക്ക് തരുന്നൊരു വർക്കാണ്, നിങ്ങളപ്പോൾ അത് ചെയ്യുക. ആൻഡ് ഇനി അടുത്തത് അതേപോലെ തന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ കോസ് ടി, അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ n ഈക്വൽ ടു എന്താണ്, ടി സ്ക്വയർ ആണ്, അപ്പോൾ n ഈക്വൽ ടു 2 വരും. ആൻഡ് എഫ് ഓഫ് ടി കോസ് ടി ആണ്, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് s/s²+1. ദറ്റ് ഈസ് എൽ ഓഫ് ടി സ്ക്വയർ കോസ് ടി ഈക്വൽ ടു -1 ഹോൾ സ്ക്വയർ ഇൻറ്റു d²/ds². n 2 ആയതുകൊണ്ട് d²/ds² വരും ഇൻറ്റു എഫ് ഓഫ് എസ്, ദറ്റ് ഈസ് -1 ഹോൾ സ്ക്വയർ ഇൻറ്റു d²/ds² ഇൻറ്റു എഫ് ഓഫ് എസ് s/s²+1. അപ്പോൾ -1 ഹോൾ സ്ക്വയർ ഇൻറ്റു d²/ds² നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് d/ds ഇൻറ്റു d/ds ഓഫ് s/s²+1 എഴുതാം. അപ്പോൾ അതിൽ -1 ഹോൾ സ്ക്വയർ ഇൻറ്റു ആദ്യത്തെ d/ds അവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, d/ds ഓഫ് s/s²+1 കാണാം. അപ്പോൾ നമ്മൾ s/s²+1ൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കുക, s/s²+1 എന്ന് പറഞ്ഞാൽ അത് u/v ഫോമിലാണ് ഉള്ളത്. അപ്പം u/v ഫോമിലുള്ളതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ നമുക്കറിയാം എന്തായിരിക്കും, v ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് u മൈനസ് u ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് v ഡിവൈഡഡ് ബൈ v². അതാണ് u/v റൂൾ എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ ഡെറിവേറ്റീവ് കാണുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, -1 ഹോൾ സ്ക്വയർ ഇൻറ്റു d/ds ഓഫ്, അപ്പോൾ അവിടുത്തെ v എന്ന് പറഞ്ഞാൽ s²+1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് s, അതായത് 1 മൈനസ് s ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് s²+1. s²+1ൻ്റെ ഡെറിവേറ്റീവ് s²ൻ്റെ ഡെറിവേറ്റീവ് 2s പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0, അപ്പം 2s എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ s²+1 ഹോൾ സ്ക്വയർ. That is -1 into d/ds of s²+1 minus 2s² divided by s²+1 whole square എന്ന് കിട്ടും. അതിന് പിന്നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ -1 whole square d/ds of 1/s² divided by s²+1 whole square എന്ന് കിട്ടും. ഇനി -1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ്, അപ്പം ഇനി പ്രത്യേകിച്ച് അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പം ഇനി നമ്മൾ എന്താ കാണേണ്ടത്, d/ds ഓഫ് 1 - s² ഡിവൈഡഡ് ബൈ s²+1 ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ അവിടെയും നമ്മൾ എന്ത് ചെയ്യുക, u/v റൂള് അപ്ലൈ ചെയ്യാം. അപ്പം സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ s²+1 ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 മൈനസ് s²ൻ്റെ ഡെറിവേറ്റീവ്, 1ൻ്റെ ഡെറിവേറ്റീവ് 0 വരും, മൈനസ് s² ആണ്, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് -2s എന്ന് വരും. ഓക്കെ, ഇനി -1 മൈനസ് s² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് s²+1 ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, അതെന്താ വരിക 2 ഇൻറ്റു s²+1 ഇൻറ്റു s²ൻ്റെ ഡെറിവേറ്റീവ് 2s. ചെയിൻ റൂൾ വെച്ചിട്ട് ചെയ്യണം. അതായത് x² ഡെറിവേറ്റീവ് 2x ആണെന്ന് നമുക്കറിയാം, അതേപോലെ തന്നെ s²+1 ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു s²+1 ആണ്. ആൻഡ് അഗെയിൻ s² ഡെറിവേറ്റീവ് കൂടെ നമ്മൾ കാണണം, അതിന് വേണ്ടിയിട്ട് ഇൻറ്റു 2s ചെയ്യാം, ഡിവൈഡഡ് ബൈ s²+1 ഹോൾ സ്ക്വയർ ദി സ്ക്വയർ വരും. അപ്പം അതിന് നമ്മൾ സിംപ്ലിഫൈലും ചെയ്ത്, അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുന്ന മെത്തേഡെല്ലാം അവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പും നോക്കുക. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് അതിൻ്റെ ആൻസർ എന്ത് കിട്ടും, 2s³ മൈനസ് 6s ഡിവൈഡഡ് ബൈ s²+1 ഹോൾ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ അതിലേതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആൻഡ് അതേപോലെ അടുത്തൊരു പ്രോബ്ലം നിങ്ങളത് ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ L ഓഫ് t² ഇൻറ്റു sin h 2t, അത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം അത് നിങ്ങൾ സോൾവ് ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരാം. അതിൻ്റെ ഇനി അടുത്തത് യൂസിങ് ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോം derive the formula L inverse of s/s² plus beta² whole square equal to
1/2 beta into t sin beta. അപ്പോൾ ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഫോർമുലാസ് ഡിറൈവ് ചെയ്തെടുക്കാനുണ്ട്. അതിൽ ആദ്യത്തെ ഫോർമുലയാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്, എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1/2 ബീറ്റ ഇൻറ്റു ടി സൈൻ ബീറ്റ ടി ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം, അല്ല ഡിറൈവ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിവിടെ എന്താണ് ഷോ ചെയ്യാനുള്ളത്? വി ഹാവ് ടു ഷോ ദാറ്റ് എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1/2 ബീറ്റ ഇൻറ്റു ടി ഇൻറ്റു സൈൻ ബീറ്റ എന്നാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ എൽ ഇൻവേഴ്സിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്ത് കിട്ടി? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എൽ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പം എൽ ഇൻവേഴ്സ് ആയിട്ട് മാറും. അപ്പം എൽ ഇൻവേഴ്സ് ഓഫ് 1/2 ബീറ്റ ഇൻറ്റു ടി സൈൻ ബീറ്റ ടി. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കണം. സോറി, എൽ ഇൻവേഴ്സ് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ എൽ ഓഫ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ എൽ ഇൻവേഴ്സ് ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് കൺവേർട്ട് ചെയ്തിട്ട്, അതായത് എൽ ഇൻവേഴ്സ് അല്ല, എൽ തന്നെയാണ് അവിടെ വേണ്ടത്. അതൊന്ന് കറക്റ്റ് ചെയ്യണേ. അപ്പം എൽ ഓഫ് 1/2 ബീറ്റ ഇൻറ്റു ടി സൈൻ ബീറ്റ ടി ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് തെളിയിച്ചാൽ മതി. ഓക്കെ, അപ്പം എൽ ഓഫ് 1/2 ബീറ്റ ഇൻറ്റു ടി സൈൻ ബീറ്റ ടി നിങ്ങൾ കണ്ടുപിടിക്കുക. എൽ ഇൻവേഴ്സ് അല്ല, എൽ ഓഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ എന്തായാലും നിങ്ങളത് കറക്റ്റ് ചെയ്യുക. അപ്പം എൽ ഓഫ് 1/2 ബീറ്റ ഇൻറ്റു ടി സൈൻ ബീറ്റ ടി നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ എന്താണെന്ന് കിട്ടണം? 1/2 ബീറ്റ ഇൻറ്റു അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ ആണെന്ന് കിട്ടണം. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. എന്താണ് എൽ ഓഫ് 1/2 ബീറ്റ ഇൻറ്റു ടി സൈൻ ബീറ്റ ടി എന്ന്. അപ്പോൾ അതിൽ 1/2 ബീറ്റ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മളതിനെ പുറത്തെടുത്തു. അപ്പോൾ 1/2 ബീറ്റ ഇൻറ്റു എൽ ഓഫ് ടി സൈൻ ബീറ്റ ടി എന്ന് കിട്ടി. അപ്പം 1/2 ബീറ്റ ഇൻറ്റു എൽ ഓഫ് ടി സൈൻ ബീറ്റ ടി എന്ന് പറയുന്നത് നമ്മൾ ടി റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടി ഫോമിലല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യുക? ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫോർമുല അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? -1 ഹോൾ റേസ് ടു 1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് ബീറ്റ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് വരും. അതായത് -1 ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ടി റേസ് ടു 1 ആണ്. അപ്പം എൻ ഈക്വൽ ടു 1 ആണ്. ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് സൈൻ ബീറ്റ ടി ആണ് ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ ബീറ്റ ടീൻ്റെ കറസ്പോണ്ടിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? ബീറ്റ ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. അതാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2 ബീറ്റ ഇൻറ്റു -1 ഹോൾ റേസ് ടു 1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് ബീറ്റ ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് കിട്ടും. അതായത് 1/2 ബീറ്റ ഇൻറ്റു -1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇൻറ്റു 0 മൈനസ് ബീറ്റ ഇൻറ്റു 2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ. അതായത് ബീറ്റ ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിൽ നമ്മൾ u/v റൂള് അപ്ലൈ ചെയ്യുക. ഡെറിവേറ്റീവ് കാണുന്നില്ലേ? അപ്പം സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 1/2 ബീറ്റ ഇൻറ്റു -1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇൻറ്റു 0 മൈനസ് ബീറ്റ ഇൻറ്റു 2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഡെറിവേറ്റീവ് ചെയ്യാൻ അറിയില്ലെങ്കിൽ, u/v റൂൾ അറിയില്ലെങ്കിൽ ചോദിക്കുക. അപ്പോൾ 1/2 ബീറ്റ ഇൻറ്റു -1 ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും? 0 മൈനസ് 2 ബീറ്റ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് 1/2 ബീറ്റ ഇൻറ്റു -1 -2 ബീറ്റ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്താൽ ബീറ്റയും ക്യാൻസലായിട്ട് ആൻഡ് 2 ക്യാൻസലായിട്ട് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് കിട്ടാനുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിനെ പ്രൂവ് ചെയ്തത്. ദാറ്റ് ഈസ് എൽ ഓഫ് 1/2 ബീറ്റ ഇൻറ്റു ടി സൈൻ ബീറ്റ ടി ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ആ എല്ലിന് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്തായി? എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1/2 ബീറ്റ ഇൻറ്റു ടി സൈൻ ബീറ്റ ടി എന്ന് കിട്ടും.
അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഈ ഡെറിവേഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. കാരണം എളുപ്പമുള്ളൊരു ഡെറിവേഷനാണ്. നമുക്ക് ആ ഒരു ഡിഫറൻസിയേഷൻ്റെ ഫോർമുല പഠിക്കുക മാത്രമേ വേണ്ടൂ. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയണം. അപ്പോൾ അതേപോലെ അടുത്ത ഡെറിവേഷൻ അവിടെയുണ്ട്. അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ അതൊന്ന് നോക്കുക. മൂന്ന് ഡെറിവേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ.